Hi guys, welcome back to my channel. I am Dilshad. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വണ്ടി പവർ സ്റ്റിയറിംഗ് അല്ലാത്തൊരു വെഹിക്കിളിനെ നമ്മൾ പവർ സ്റ്റിയറിംഗ് ആക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വണ്ടി മറ്റേതുമല്ല, നമ്മുടെ മാരുതിയുടെ തന്നെ ഫസ്റ്റ് ജനറേഷനിലെ ഒരു സ്പോർട്ടി വാഹനമായിരുന്ന സെന്നിനാണ്. സെന്ന് പവർ സ്റ്റിയറിംഗ് അല്ലാത്തതും ഇറങ്ങിയിരുന്നു, പവർ സ്റ്റിയറിംഗ് ആയിട്ടും ഇറങ്ങിയിരുന്നു. അപ്പോൾ പവർ സ്റ്റിയറിംഗ് അല്ലാത്തൊരു വെഹിക്കിളിനെ നമ്മൾ പവർ സ്റ്റിയറിംഗ് ആഡ് ചെയ്യുകയാണ്. അതിനായിട്ട് അതിൻ്റെ പവർ സ്റ്റിയറിംഗ് കോളം പിന്നെ ഒരു ഇലക്ട്രോണിക് ഡിവൈസൊക്കെ ആഡ് ചെയ്തിട്ടാണ് ഇതിനെ നമ്മൾ ഒരു പവർ സ്റ്റിയറിംഗ് സെഗ്മെൻറ്റിലോട്ട് മാറ്റുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ മുമ്പ് ഇതുപോലൊരു വീഡിയോ ചെയ്തിരുന്നു, വേറൊരു വെഹിക്കിളിൽ ഒരു ആൾട്ടോയിൽ ഇത് ചെയ്യുന്ന വർക്കും നമ്മൾ കാണിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസായ ഇൻസ്റ്റാ, ഫേസ്ബുക്ക് പോലുള്ള എല്ലാ സോഷ്യൽ മീഡിയ പേജസ് എല്ലാവരും ലൈക്ക് ചെയ്യണം, ഫോളോ ചെയ്യണം. അതിൽ നമ്മുടെ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ നമ്മുടെ വർക്കിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം വരുന്നതായിരിക്കും കണ്ടിന്യൂസ് ആയിട്ട്. അപ്പോൾ ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് ആലപ്പുഴ ജില്ലയിൽ നിന്നുമാണ്. ഇതൊരു പൈലറ്റ്, ഒരു എയർക്രാഫ്റ്റ് പൈലറ്റിൻ്റെ വാഹനമാണ്. പുള്ളി അത്രയും ദൂരം ഓടിച്ച് വന്നിട്ടാണ് ഇവിടുന്ന് നമുക്ക് അത് മാറ്റാനായിട്ട് ഇവിടെ എത്തിയത്. ഒരു കോവിഡ് സിറ്റുവേഷനിലായിരുന്നു വന്നിരുന്നത്. ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാതെ കുറേ ആയിട്ട് വിചാരിക്കുന്നു. അപ്പോൾ ഡിലേ ആയി ഇപ്പോഴാണ് അതിനൊരു സമയമൊത്ത് വന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കണ്ട് തിരിച്ചു വരാം. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ആലപ്പുഴയിൽ നിന്നും വന്നിട്ടുള്ള ഒരു സെൻ. അതുപോലെ ഇതിൻ്റെ 4 അലോയ്സൊക്കെ നല്ല സ്റ്റൈലിഷ് അലോയ്സാണ്. ഇൻറ്റീരിയറൊക്കെ നല്ല നീറ്റായിട്ടുള്ളൊരു വണ്ടിയാണ്. നല്ല ഒരു എന്താ പറയുക, ഒരു വിൻറ്റേജ് ലുക്കിൽ കൊണ്ടുനടക്കുന്ന വാഹനമാണ് പുള്ളി. അപ്പോൾ ഇതിൻ്റെ സ്റ്റിയറിംഗ് കോളം നമ്മൾ അഴിച്ചെടുത്തിട്ട് പവർ സ്റ്റിയറിംഗ് മോട്ടറൊക്കെ ഉള്ള ഒരു കോളം ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് സ്റ്റിയറിംഗ് എല്ലാം അഴിച്ചെടുത്തു. അതിൻ്റെ ഓൾഡ് സ്റ്റിയറിംഗ് കോളം അഴിച്ചെടുത്തു. അതാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ സ്റ്റിയറിംഗ് കോളം. സ്റ്റിയറിംഗ് സെറ്റിനോട് കൂടെ തന്നെയാണ് നമ്മുടെ ഇഗ്നിഷൻ സ്വിച്ചിൻ്റെ ഒരു യൂണിറ്റ് എല്ലാം വരുന്നത്. അതെല്ലാം അഴിച്ചു മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഓഡോമീറ്ററിൽ നിന്നും ഒരു കണക്ഷൻ എടുക്കേണ്ടതുണ്ട്. കാരണം ഒരു ലിമിറ്റഡ് സ്പീഡ് എത്തിക്കഴിഞ്ഞാൽ ഈ പവർ സ്റ്റിയറിങ്ങിൻ്റെ വർക്കിംഗ് മ്യൂട്ടാവും. അങ്ങനെ ഒരു കണ്ടീഷനിലെത്തും. അപ്പോഴാണത് ഒന്നും കൂടി നമ്മുടെ സ്റ്റിയറിങ് ടൈറ്റ് ആവുന്നത്. അതൊരു സേഫ്റ്റി ഫീച്ചറാണ്, സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. കാരണം നല്ല സ്പീഡിൽ പോകുന്ന ഒരു വണ്ടി പവർ സ്റ്റിയറിങ് കണ്ടിന്യൂസ് ആയിട്ട് വർക്കിംഗ് ആണെങ്കിൽ ചെറിയ ഒരു ഒടിവും വളമൊക്കെ വരുമ്പോൾ തന്നെ നമ്മുടെ വണ്ടി കയ്യിൽ നിന്ന് പാളിപ്പോവും. അപ്പോൾ അതിനായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം. അത് കമ്പനി ചെയ്യുന്നതാണ്, നമ്മളും അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് ആ ഒരു കണക്ഷൻ എടുത്ത് അങ്ങനെ ചെയ്യുന്നതെന്നുള്ളൂ. അപ്പോഴാണ് ഈ പവർ സ്റ്റിയറിങ് ഒരു നിശ്ചിത കിലോമീറ്റേഴ്സ് സ്പീഡ് കഴിഞ്ഞാൽ അത് മ്യൂട്ടാവുക എന്നാണ് അതിനെ പറയുക. അപ്പോൾ അതെല്ലാം ചെയ്ത് കഴിഞ്ഞു. രണ്ടാമതും ഓഡോമീറ്റർ റീഇൻസ്റ്റാൾ ചെയ്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ പവർ സ്റ്റിയറിംഗ് കോളം ഈ വണ്ടിയിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. ഇതാണ് പവർ സ്റ്റിയറിംഗ് കോളം വരുന്നത്. ഇത് നമ്മളുടെ പഴയ സ്റ്റിയറിംഗ് കോളം ഇട്ടിരിക്കുന്നുണ്ട്. ഈ കാണുന്ന ഒരു മോട്ടറും ഈ സ്റ്റിയറിംഗ് കോളത്തിൻ്റെ കൂടെ വരും. അതുപോലെ ഇതൊരു ഇലക്ട്രോണിക് ഡിവൈസാണ്. ഇതാണ് ഇതിൻ്റെ മെയിൻ യൂണിറ്റ്. ഇത് രണ്ടുമാണ് നമ്മളിപ്പോൾ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് ജസ്റ്റ് ഒരു മാനുവൽ വർക്ക് മാത്രമല്ല, മെക്കാനിക്കൽ വർക്ക് മാത്രമല്ല, ഇതിൽ ഇലക്ട്രിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. അപ്പോഴാണ് വർക്കിംഗ് പക്കയാവുള്ളൂ. അപ്പോൾ സ്റ്റിയറിംഗ് എല്ലാം വെച്ചു, നമ്മൾ ചെക്ക് ചെയ്തു, എല്ലാം ഓക്കെയാണ്. ഇനി രണ്ടാമതും ആ പാഡുകളും കാര്യങ്ങളെല്ലാം റീഇൻസ്റ്റാൾ ചെയ്യണം. ഫ്രണ്ട്സ്, അപ്പോൾ സ്റ്റിയറിംഗ് മുഴുവനായി ഇൻസ്റ്റാളേഷൻ എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. വണ്ടി ഡെലിവറിക്ക് റെഡിയാണ്. നമുക്കിതിന് ഒരു 3.5 hours മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്കതിൻ്റെ ആ ഒരു ഇപ്പോഴത്തെ ആ ഒരു സ്മൂത്ത്നെസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടിങ് പൊസിഷനിലാണ് കിടക്കുന്നത്. നല്ല സ്റ്റിയറിംഗ് നല്ല സ്മൂത്തായി വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് അപ്പോൾ ഇതിൻ്റെ വർക്ക് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വരുന്നു. ഗൈസ്, അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു വർക്ക് വന്നിട്ടുള്ളത്. നിങ്ങളിലും ഇതുപോലെയുള്ള മാരുതിയുടെ വാഹനങ്ങൾ, അതായത് വാഗനർ, ആൾട്ടോ, സെൻ
ഈക്കോ ഈ പറയുന്ന വാഹനങ്ങളിലെല്ലാം നമുക്ക് പവർ സ്റ്റിയറിംഗ് ആഡ് ചെയ്യാവുന്നതാണ്. പുതിയ വാഹനമായ ഈക്കോയിലും നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനായിട്ട് നമ്മുടെ ഷോപ്പുമായി ബന്ധപ്പെടാം. നമ്മുടെ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. നമുക്കെല്ലാത്തിനും ഒരു 1 ഡേ ഇനഫാണ്. രാവിലെ വന്നാൽ ഒരു ഉച്ചയാകുമ്പോഴത്തേനും ഫ്രീ ആവാം. മാരുതി 800ലും നമുക്കിത് ചെയ്യാം. 800ന് കുറച്ച് സമയം അധികം എടുക്കും. ചിലപ്പോൾ ഒരു ദിവസമൊക്കെ വണ്ടി വിടേണ്ടി വരും. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള കിടിലൻ വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് തീർച്ചയായും തിരിച്ചു വരാം. അതുവരെ സി യു, ബൈ.